നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിൽ ഹിന്ദു യുവാവിനെ മതനിന്ദ ആരോപിച്ച ആൾക്കൂട്ടം കത്തിച്ച സംഭവത്തിൽ 10 പേർ അറസ്റ്റിൽ. റാപ്പിഡ് ആക്ഷൻ ബറ്റാലിയൻ 7 പേരെയും പോലീസ് 3 പേരെയുമാണ് അറസ്റ്റ് ചെയ്തത്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേശകൻ മുഹമ്മദ് യൂനുസ് ആണ് കുറ്റക്കാരെ പിടികൂടിയ വിവരം എക്സിലൂടെ അറിയിച്ചത്. മുഹമ്മദ് ലിമോൻ സർക്കാർ, മുഹമ്മദ് താരിഖ് ഹുസൈൻ, മുഹമ്മദ് മാണിക് മിയ, ഇർഷാദ് അലി, നിജും ഉദ്ദീൻ, അലാംഗീർ ഹുസൈൻ, മുഹമ്മദ് മിറാജ് ഹുസൈൻ അക്രോൺ എന്നിവരെയാണ് RAB പിടികൂടിയത്. മുഹമ്മദ് അസ്മൽ സാഗിർ, മുഹമ്മദ് ഷഹീൻ മിയ, മുഹമ്മദ് നസ്മുൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡിസംബർ 18-നാണ് ബംഗ്ലാദേശിൽ ഹിന്ദു യുവാവിനെ മതനിന്ദ ആരോപിച്ച ആൾക്കൂട്ടം കൊന്ന് കത്തിച്ചത്. മയമൻസിംഗ് പട്ടണത്തിലെ വസ്ത്ര ഫാക്ടറി തൊഴിലാളിയായിരുന്ന ദീപു ചന്ദ്രദാസ് എന്ന 25-കാരനാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ഫാക്ടറിക്ക് പുറത്ത് ആൾക്കൂട്ടം ആക്രമിച്ച ദീപുവിനെ മരത്തിൽ കെട്ടിത്തൂക്കുകയായിരുന്നു. സംഭവത്തിനു ശേഷം മൃതദേഹം മയമൻസിംഗ് ഹൈവേയിൽ എത്തിച്ച് തീ കൊളുത്തുകയും ചെയ്തു. ഉടൻ സ്ഥലത്തെത്തിയ പോലീസ് മൃതദേഹം മയമൻസിംഗ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തെ ബംഗ്ലാദേശ് സർക്കാർ ശക്തമായ ഭാഷയിൽ അപലപിച്ചിരുന്നു. ഫെബ്രുവരിയിൽ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച 32-കാരനായ ഹാദി ധാക്കയിലെ ബിജോയ് നഗറിൽ പ്രചാരണം നടത്തുന്നതിനിടെയാണ് മുഖംമൂടിയണിഞ്ഞ തോക്കുധാരികൾ വെടിയുതിർത്തത്. ചെവിയിൽ വെടിയേറ്റ അതിഗുരുതര നിലയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി എയർ ആംബുലൻസിൽ സിംഗപ്പൂരിലേക്ക് മാറ്റിയെങ്കിലും 6 ദിവസത്തിനു ശേഷം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ജീവൻ രക്ഷിക്കാൻ അവസാന ശ്രമമെന്ന നിലയ്ക്ക് ശസ്ത്രക്രിയയ്ക്ക് കുടുംബം അനുമതി നൽകിയതിന് പിന്നാലെയായിരുന്നു മരണം. കഴിഞ്ഞയാഴ്ച തലയ്ക്ക് വെടിയേറ്റ അതിഗുരുതര നിലയിൽ സിംഗപ്പൂരിൽ ചികിത്സയിലായിരുന്ന ഇൻക്വിലാബ് മഞ്ച നേതാവും കഴിഞ്ഞ ജൂലൈയിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ താഴെയിറക്കിയ ജെൻ-സി പ്രക്ഷോഭ നായകനുമായ ഷരീഫ് ഉസ്മാൻ ഹാദിയും മരിച്ചിരുന്നു. ഹാദിയുടെ മരണം ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനുസ് മരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാജ്യത്ത് ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടു. പ്രോഥോം അലോ, ഡെയിലി സ്റ്റാർ അടക്കം പ്രമുഖ പത്രങ്ങളുടെ ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഓഫീസ് തകർത്തു. ചിറ്റഗോങ്ങിലെ അസിസ്റ്റന്റ് ഇന്ത്യൻ ഹൈക്കമ്മീഷണറുടെ വീടിനു നേരെ കല്ലേറുണ്ടായി. ധാക്ക യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രകടനം നടത്തിയവർ രാജ്യത്തെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചിടണമെന്ന് ആവശ്യപ്പെട്ടു. ഹാദിക്ക് നേരെ വെടിവയ്പ് നടത്തിയ പ്രതികൾ ഇന്ത്യയിലേക്ക് കടന്നതായി പ്രതിഷേധക്കാർ ആരോപിച്ചു. മുൻ വിദ്യാഭ്യാസ മന്ത്രി മൊഹിബുൽ ഹസൻ ചൗധരി നൌഫലിന്റെ വീട് ആക്രമികൾ തീയിട്ടു. ഇതിന് പിന്നാലെ പ്രതികളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് 50 ലക്ഷം ടാക്ക ഇനാം പ്രഖ്യാപിച്ചു. വെടിവെച്ച മുഖ്യപ്രതി ഫൈസൽ കരീം മസൂദിന്റെ മാതാപിതാക്കൾ, ഭാര്യ, പെൺസുഹൃത്ത് എന്നിവരെ കസ്റ്റഡിയിലെടുത്ത പോലീസ് നിരവധി പേർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് വ്യക്തമാക്കി. ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയ പ്രക്ഷോഭത്തിന്റെ നേതാക്കളിൽ ഒരാളായ ഷെരീഫ് ഉസ്മാൻ ബിൻ ഹാദിയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശിൽ തുടർച്ചയായ 2ാം ദിവസവും തെരുവിൽ സംഘർഷം കനക്കുന്നു. പ്രതിഷേധം രാജ്യത്തിന്റെ പലയിടങ്ങളിലും കലാപത്തിന് വഴിമാറുകയാണ്. ശനിയാഴ്ച ബംഗ്ലാദേശ് പാർലമെന്റ് മന്ദിരത്തിന്റെ സൗത്ത് പ്ലാസയിൽ നടന്ന ഹാദിയുടെ സംസ്കാര ചടങ്ങിൽ ലക്ഷക്കണക്കിന് പേരാണ് പങ്കെടുത്തത്. ദേശീയ കവി കാസി നസ്രുൽ ഇസ്ലാമിന്റെ ഖബറിനു സമീപമാണ് ഹാദിയുടെ മൃതദേഹം ഖബറടക്കിയത്. ധാക്ക കനത്ത പോലീസ് നിയന്ത്രണത്തിലാണ്. ദുഃഖാചരണത്തിന്റെ ഭാഗമായി എല്ലാ പൊതു സ്വകാര്യ കെട്ടിടങ്ങളിലും ദേശീയ പതാക താഴ്ത്തിക്കെട്ടി. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രക്ഷോഭകർ ആക്രമണം അഴിച്ചുവിടുന്നത്. രാജ്യത്തു നിന്നും ഓടിപ്പോയ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയുടെ സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി. കഴിഞ്ഞ ദിവസം ധാക്കയിലെ 2 പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾക്ക് തീവെച്ചിരുന്നു. 32-കാരനായ ഹാദിക്ക് 12-നാണ് അജ്ഞാതരുടെ വെടിയേറ്റത്. സിംഗപ്പൂരിൽ ചികിത്സയിലായിരിക്കെ വ്യാഴാഴ്ചയാണ് മരിച്ചത്. പ്രവാചക നിന്ദയാരോപിച്ചാണ് കൊല. 7 പേർ പിടിയിലായി. ന്യൂനപക്ഷ വിഭാഗക്കാരനായ യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്ന സംഭവത്തിൽ 7 പേരെ അറസ്റ്റ് ചെയ്തു. മയമൻസിംഗ് ജില്ലയിൽ പ്രവാചക നിന്ദ ആരോപിച്ചാണ് വസ്ത്രനിർമ്മാണ തൊഴിലാളിയായ ദീപു ചന്ദ്രദാസിനെ കൊലപ്പെടുത്തിയത്. മൃതദേഹം മരത്തിൽ കെട്ടിയിട്ട് തീവയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ദ്രുതകർമ്മസേന എത്തിയാണ് പ്രതികളെ പിടികൂടിയത്. ബംഗ്ലാദേശ് വീണ്ടും സംഘർഷഭരിതമായതോടെ ഫെബ്രുവരിയിൽ നിശ്ചയിച്ചിട്ടുള്ള പൊതു തെരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിൽ ആകുമോ എന്ന ആശങ്കയിലാണ് ഇന്ത്യ. ക്രമസമാധാന പ്രശ്നങ്ങളുടെ പേരിൽ തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചാൽ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ തന്നെ അധികാരത്തിൽ തുടരും. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ വിട്ടുനൽകണമെന്ന കടുത്ത നിലപാടിലാണ് യൂനുസ് സർക്കാർ. പുതിയ സർക്കാർ രൂപപ്പെട്ടാൽ നയതന്ത്ര ബന്ധങ്ങളിൽ മാറ്റം വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു വിദേശ മന്ത്രാലയം. മതമൗലിക സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുചേർന്നാണ് നിലവിൽ യൂനുസ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. സമീപകാലം വരെ ബംഗ്ലാദേശിൽ
രാഷ്ട്രീയ ശക്തിയല്ലാതിരുന്ന ജമാഅത്തെ ഇസ്ലാമി നിലവിലെ അനിശ്ചിതാവസ്ഥ മുതലെടുക്കാനുള്ള ശ്രമത്തിലാണ്. ജനകീയ അടിത്തറയില്ലാത്ത യൂനൂസിനും ജമാഅത്തെ ഇസ്ലാമിയുടെ സംരക്ഷണയും പിന്തുണയും അനിവാര്യമാണ്. ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ പാർട്ടിയായിരുന്ന ഷേഖ് ഹസീനയുടെ അവാമി ലീഗ് നിലവിൽ നിരോധിക്കപ്പെട്ട നിലയിലാണ്. ഹസീനയടക്കമുള്ള പ്രധാന നേതാക്കൾ ഇന്ത്യ അടക്കം വിദേശ രാജ്യങ്ങളിൽ അഭയം തേടിയിരിക്കുകയാണ്. അവാമി ലീഗ് കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയെ കൂടി ദുർബലപ്പെടുത്താനാണ് യൂനൂസ് ഭരണകൂടത്തിന്റെ ശ്രമം. ഈ നീക്കത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ സജീവ പിന്തുണയുണ്ട്. കഴിഞ്ഞ വർഷം ഷേഖ് ഹസീന സർക്കാരിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ നയിച്ചവരിൽ ഒരാളായ ഷെരീഫ് ഉസ്മാൻ ബിൻ ഹാദി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ബംഗ്ലാദേശിൽ നിലവിലെ സംഘർഷങ്ങൾ. ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിച്ച് മതമൗലിക വർഗീയ സംഘടനകളാണ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഫെബ്രുവരിയിലെ തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ട് രാഷ്ട്രീയ അടിത്തറ വിപുലപ്പെടുത്താനാണ് ജമാഅത്തെ ഇസ്ലാമിയ പോലുള്ള സംഘടനകളുടെ ശ്രമം. മതമൗലികവാദികളുടെ നിയന്ത്രണത്തിലേക്ക് ബംഗ്ലാദേശ് വഴുതുന്നത് ഇന്ത്യക്ക് ഭാവിയിലും നയതന്ത്ര രാഷ്ട്രീയ തലത്തിൽ ഭീഷണിയാകും. മലയാളി വാർത്ത പ്ലസ്.